ക്ഷേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 9 ബൈബിൾ ക്വിസ്. ഞാൻ പറയുന്നത് ഭോഷ്കല്ല, സത്യം പറയുന്നു എന്ന് പൗലോസ് ആരിൽ പറയുന്നു? ക്രിസ്തുവിൽ. പൗലോസിന് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് സാക്ഷിയായിരിക്കുന്നത് ആരാണ്? പൗലോസിന്റെ മനസ്സാക്ഷി. പൗലോസിന് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് പൗലോസിന്റെ മനസ്സാക്ഷി ആരിലാണ് സാക്ഷിയായിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ. ജഡപ്രകാരം തന്റെ ചാർച്ചക്കാരായ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പൗലോസിന് എന്താണ് ഉള്ളത്? വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട്. ജഡപ്രകാരം തന്റെ ചാർച്ചക്കാരായ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പൗലോസ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കാമായിരുന്നു? താൻ തന്നെ ക്രിസ്തുവിനോട് വേറുവിട്ട് ശാപഗ്രസ്തനാവാൻ. ജഡപ്രകാരം പൗലോസിന്റെ ചാർച്ചക്കാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇസ്രായേല്യരെ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും ആർക്കുള്ളവയാണ്? ഇസ്രായേല്യർക്ക്. ജഡപ്രകാരം ക്രിസ്തു ഉത്ഭവിച്ചത് ആരിൽ നിന്നാണ്? ഇസ്രായേല്യരിൽ നിന്ന്. സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആര്? ക്രിസ്തു. വൃഥാവായി പോകാഞ്ഞത് എന്താണ്? ദൈവവചനം. ഇസ്രയേലിൽ നിന്നും ഉത്ഭവിച്ചവർ എല്ലാം ആര് എന്ന് വരികയില്ല. ഇസ്രായേല്യർ. അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും ആര് എന്ന് വരികയില്ല. മക്കൾ എന്ന് വരികയില്ല. ആരെയാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്? ഈസഹാക്കിന്റെ മക്കളെ. ദൈവത്തിന്റെ മക്കളായി എണ്ണാത്തത് ആരെയാണ്? ജഡപ്രകാരം ജനിച്ച മക്കളെ. ദൈവത്തിന്റെ മക്കൾ എന്ന് എണ്ണുന്നത് ആര്? വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ. അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദത്ത വചനം എന്തായിരുന്നു? ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പഴയ നിയമഭാഗം ഏത്? ഉൽപ്പത്തി 18-ാം അധ്യായം 10-ാം വാക്യം. ഇസഹാക്കിന്റെ ഭാര്യ ആരായിരുന്നു?
റിബേക്ക. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം ഏത് നിമിത്തമല്ല. പ്രവർത്തികൾ നിമിത്തമല്ല. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം ഏത് നിമിത്തമായിരുന്നു? വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ആരോട് ദൈവം അരുളിച്ചെയ്തു? റിബേക്കയോട്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗം ഏത്? മലാഖി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഇസഹാക്കിന്റെ മക്കളിൽ ദൈവം ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഏശാവിനെ കുറിച്ച്. യാക്കോബിനെയും ഏശാവിനെയും കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ അനീതി ഒരു നാളും ഇല്ല എന്ന് പറയുവാൻ കാരണം എന്ത്? ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും ദൈവത്തിന് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നതുകൊണ്ട്. ദൈവത്തിന് ആരോട് കരുണ തോന്നുന്നു? കരുണ തോന്നണം എന്നുള്ളവനോട്. കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഈ ഉദ്ധരണി എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? പുറപ്പാട് 33-ാം അധ്യായം 19-ാം വാക്യം. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല എന്തിനാലത്രേ സകലവും സാധിക്കുന്നത്? കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എന്ന് ദൈവം ആരോടാണ് അരുളിച്ചെയ്തത്? ഫറവോനോട്. ദൈവം ഫറവോനെ എന്ത് ഉദ്ദേശത്തോടെയാണ് നിർത്തിയിരിക്കുന്നതായി പറയുന്നത്? തന്റെ ശക്തി കാണിക്കേണ്ടതിനും തന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും. തനിക്ക് മനസ്സുള്ളവനോട് ദൈവത്തിന് എന്തു തോന്നുന്നു? കരുണ തോന്നുന്നു. ദൈവം കഠിനനാക്കുന്നത് ആരെയാണ്? തനിക്ക് മനസ്സുള്ളവരെ. എന്ത് ചോദ്യം നീ എന്നോട് ചോദിക്കും എന്ന് പൗലോസ് പ്രതീക്ഷിക്കുന്നു? ആര് അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് എന്ത് ചോദിക്കുമോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തേ എന്ന് ചോദിക്കുമോ? ഒരേ പിണ്ഡത്തിൽ നിന്ന് കുശവൻ എന്തുണ്ടാക്കാൻ മണ്ണിന്മേൽ അധികാരം ഉണ്ട്. ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും. ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും ജനത്തെ വിളിച്ചത് ആരിൽ നിന്ന്?
യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും. ആരെയാണ് കരുണാപാത്രങ്ങൾ എന്ന് വിളിക്കുന്നത്? ദൈവം യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ നമ്മെ. ദൈവം നമ്മിൽ എന്ത് വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ചു? തന്റെ തേജസ്സിന്റെ ധനം. ദൈവം തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് വളരെ ദീർഘക്ഷമയോടെ സഹിച്ചതാരെ? നാശയോഗ്യമായ കോപപാത്രങ്ങളെ. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും വിളിക്കും എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? ഹോശേയ 2-ാം അധ്യായം 23-ാം വാക്യം. ദൈവജനമല്ലാത്തവരെ നിങ്ങൾ എന്റെ ജനമല്ല എന്ന് പറഞ്ഞ ഇടത്തിൽ അവരെ എന്ത് വിളിക്കും? ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് പ്രവചിച്ചത് ആരാണ്? യെശയ്യാവ്. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും എത്ര പേരാണ് രക്ഷപ്പെടുന്നത്? ഒരു ശേഷിപ്പ്. കർത്താവ് തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് ആരെക്കുറിച്ചാണ് പ്രവചിച്ചത്? ഇസ്രായേലിനെ കുറിച്ച്. സൈന്യങ്ങളുടെ കർത്താവ് നമുക്കൊരു സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം എന്തുപോലെയാകുമായിരുന്നു എന്നാണ് യെശയ്യാവ് മുമ്പുകൂട്ടി പറഞ്ഞത്. നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. നീതിയെ പിന്തുടരാത്ത ജാതികൾ പ്രാപിച്ചതെന്താണ്? വിശ്വാസത്താലുള്ള നീതി. നീതിയുടെ പ്രമാണം പിന്തുടർന്നവർ ആരാണ്? ഇസ്രായേൽ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ലാത്തത് എന്തുകൊണ്ട്? ദൈവത്തെ വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട്. ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? യെശയ്യാവ് 28-ാം അധ്യായം 16-ാം വാക്യം. ഇടർച്ചക്കല്ല് എന്ന പദം ആരെ സൂചിപ്പിക്കുന്നു? കർത്താവായ ക്രിസ്തുവിനെ. ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിയതാര്? ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിയതെന്തുകൊണ്ട്? ദൈവത്തെ വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട്. എവിടെയാണ് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നത്? സിയോനിൽ.
ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എന്ത് സംഭവിക്കയില്ല? ലജ്ജിച്ചു പോകയില്ല. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? യെശയ്യാവ് 28-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.